നമ്മളുടെ ചെറുപ്പകാലത്തിലൊക്കെ നമ്മുടെ അച്ഛനമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കാര്യമല്ലേ? നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കത് കിട്ടുമെന്ന്. അതുപോലെ എൻ്റെ അമ്മയും എന്നോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അതുപോലെ തന്നെ കൊച്ചിലെയൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പിണങ്ങുമായിരുന്നു. കണ്ടോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിണങ്ങുമായിരുന്നു. അപ്പം ഇതൊക്കെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളാ. പക്ഷെ എനിക്കിപ്പോഴാണ് അതിന്റെ എന്താ പറയാ, എന്തിനാണ് എനിക്കത് തരാതിരുന്നതെന്നുള്ള കാര്യങ്ങൾ എനിക്ക് വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവാൻ തുടങ്ങിയത്. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം കേൾക്കുന്നുണ്ട്. നമ്മളെ കേൾക്കാതിരിക്കുന്നില്ല. ദൈവം നമ്മളെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ദൈവം നമുക്ക് തരും. അത് നമുക്ക് ആവശ്യമുള്ള ടൈമിലാണെങ്കിൽ ദൈവം അപ്പം നമുക്ക് തരും. അല്ലെങ്കിൽ ദൈവം വിചാരിക്കുന്നത് നിനക്ക് ഇപ്പോഴല്ല ഇത് ആവശ്യം. നിനക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ശരിക്കുള്ള ആവശ്യം വരാൻ പോണെ. അങ്ങനെ ദൈവത്തിന് തോന്നുമ്പോൾ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും തരും. ചില പ്രാർത്ഥനകൾ എന്താ പറയാ ഡിലേ ആക്കി വെക്കും. കാരണം നമുക്ക് അതിന്റെ കറക്റ്റ് ടൈം ആയിട്ടുണ്ടാവത്തില്ല. നമുക്ക് ആ ഒരു ആവശ്യം നമ്മുടെ ലൈഫിൽ വരേണ്ട ഒരു ടൈം ആയിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടായിരിക്കും. അപ്പം ദൈവം നമ്മളെ കേൾക്കുന്നില്ല എന്ന് നമ്മള് പരാതിപ്പെടരുത്. ദൈവം നമ്മളെ കേൾക്കുന്നുണ്ട്. എന്താ പറയാ നമ്മുടെ കൂടെ എപ്പഴും ഉണ്ട്. അപ്പം പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. നമുക്കത് കിട്ടും എന്ന് വിശ്വസിക്കുക. ഓക്കെ? അപ്പൊ ശരി എന്നാ.